മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മൾ ഈ സാധാരണ ലെവലിലെല്ലാം ഈശ്വരൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഐശ്വര്യത്തിന് നിദാനമായതെന്തോ അത് ഈശ്വരൻ. ഇത് നേരത്തെ വിവരിച്ചതുകൊണ്ട് ഒരു വരിയിൽ മാത്രം പറയാം. വേറൊരു വിഷയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഐശ്വര്യത്തിന് നിദാനമായ സർവ്വതും ഈശ്വരീയമായ അഥവാ ഈശ്വരൻ എന്ന് നമ്മൾ പറയും. ഭഗവാൻ എന്ന വാക്കിനർത്ഥമുണ്ട്. പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഇതിനെ കണക്ട് ചെയ്യാൻ സാധിക്കുന്ന വ്യക്തികളെ നമ്മൾ ഭഗവാൻ എന്ന് പറയും. അവര് ഈശ്വര തുല്യരാണ്. ഭഗവാൻ വേദവ്യാസൻ. വേദവ്യാസൻ അന്ന് എഴുതിയ മഹാഭാരതം ഇന്നും ഒരേപോലെ ആപ്ലിക്കബിൾ ആണ്. വേദവ്യാസൻ എഴുതിയ ഭഗവത്ഗീത ഇന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലും മോസ്റ്റ് മോഡേൺ യൂണിവേഴ്സിറ്റികളിലും വേൾഡ് ഓവർ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയെ പഠിപ്പിക്കാൻ കാരണം അദ്ദേഹം ജനിച്ച് നിലനിന്ന് സമാധിയായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇന്നും അത് ഉപയോഗിക്കുന്നു. അപ്പൊ പാസ്റ്റിൽ നടന്നത് പ്രസന്റിലൂടെ വിവരിച്ച് ഫ്യൂച്ചറിന് വേണ്ടി കൊടുത്തു. ഇപ്പൊ ഭഗവാൻ വേദവ്യാസൻ, ശങ്കരാചാര്യര് പറഞ്ഞത് ഇന്നും നിലനിൽക്കുന്നു. ഭഗവാൻ ശങ്കരാചാര്യര്, രാമകൃഷ്ണ പരമഹംസർ എന്തെല്ലാമാണോ വിവേകാനന്ദനെ പഠിപ്പിച്ചത്, ആ വിവേകാനന്ദൻ സമാധി ആവുന്ന സമയത്ത് പറയേണ്ടായി അടുത്ത 500 വർഷത്തേക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭാവിയിലേക്കും കൂടി ചേർത്ത് ചെയ്ത ആളാണ് വിവേകാനന്ദൻ. അത് പഠിപ്പിച്ചത് രാമകൃഷ്ണ പരമഹംസർ, ഭഗവാൻ രാമകൃഷ്ണ പരമഹംസർ. രമണ മഹർഷി മാനവികതയെക്കുറിച്ചും വേദത്തെക്കുറിച്ചും അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇന്നും മാർക്ക് ട്വൈൻ തുടങ്ങിയവരും നല്ല പ്രഗത്ഭരായിട്ടുള്ളവർ രമണ മഹർഷിയെ കുറിച്ച് കുറേ എഴുതിയിട്ടുണ്ട്. ഏത് കാലത്തും അവർ പറയുന്നത് ആപ്ലിക്കബിളാണ്, പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലും. ഭഗവാൻ രമണ മഹർഷി, ഭഗവാൻ അരവിന്ദ മഹർഷി. പ്രയോഗം ശരിയാണ്. മാതാ അമൃതാനന്ദമയിയുടെ വാക്കുകൾ പാസ്റ്റിനും പ്രസന്റിനും ഫ്യൂച്ചറിനും ഉപയോഗിക്കുന്നു എങ്കിൽ ഭഗവാൻ അമ്മ ഭഗവാന്റെ ലെവലിലാണ്. സ്ത്രീലിംഗം പുല്ലിംഗം ഒക്കെ അവനവന് ഇഷ്ടം മാതിരി ചേർക്കാം. സായിബാബയുടെ പ്രവൃത്തിയിൽ ആവേശം കൊണ്ട് ഇന്നും മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് ജനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോയിട്ടും വീണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ കാലശേഷം, അദ്ദേഹത്തിന്റെ കാലത്തിൽ നിന്ന് നമ്മൾ മുമ്പോട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോഴും അദ്ദേഹത്തിന്റെ കാലം 2010 എന്ന് വിചാരിക്കാം, 2011, 12, 13, 15 അതിലൊക്കെ ഫ്യൂച്ചറാണ്. സമാധിയാവുന്നതിൽ നിന്ന് ഫ്യൂച്ചറാണ്. അപ്പോഴും അത് പ്രായോഗികമായതുകൊണ്ട് ആ മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് വ്യക്തികൾ ഇന്നും പുട്ടപർത്തിയിലേക്ക് വരുന്നത്. അപ്പോ ഭഗവാൻ എന്ന പദപ്രയോഗം അതേസമയത്ത് കാറൽ മാർക്സും ഏംഗൽസും ലെനിനും ഒക്കെ നോക്കാം. അവരുടെ പ്രതിമകളെല്ലാം തച്ചുടച്ചു. അവരുടെ പുസ്തകങ്ങളൊന്നും ആരും ഇപ്പൊ വായിക്കാറില്ല. കമ്മ്യൂണിസം തന്നെ ഡിസ്കാർഡ് ചെയ്തു. കമ്മ്യൂണിസ്റ്റ് ചൈന പ്യുവർലി ക്യാപിറ്റലിസ്റ്റ് ചൈനയായി മാറിക്കഴിഞ്ഞു. ആ കമ്മ്യൂണിസത്തിന് ഇന്ന് ഒരു സ്ഥലത്തും പ്രസക്തിയില്ല. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതൊന്ന്. ഇപ്പൊ 100 വർഷം പോലും തികയാത്ത കമ്മ്യൂണിസം, ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ഡയലക്ടിക്കൽ മെറ്റീരിയലിസം തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയവര് അവരുടെ വരികൾ ഫ്യൂച്ചറിന് ഉപയോഗിച്ചോ? ഇല്ല. അതുകൊണ്ട് അവർ ആ റെസ്പെക്ട്ഫുൾ വേർഡിന് അർഹതയല്ല ഉള്ളതവരല്ല. അപ്പൊ ശരിക്ക് ഈശ്വരൻ പറഞ്ഞു, ഭഗവാൻ പറഞ്ഞു, ദൈവം എന്നൊരു വാക്കുണ്ട്. എന്റെ ദൈവമേ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്റെ പ്രകൃതി ശക്തിയെ വിളിക്കുന്നതാണ്. എന്നെ നിലനിർത്തുന്ന ഒരു ശക്തിയുണ്ട്. whenever the system in equilibrium is disturbed, the system will adjust itself in such a way that effect of the disturbance will be nullified. അപ്പൊ ആ സിസ്റ്റത്തിന്, പ്രകൃതിയിലെ സൃഷ്ടിസ്ഥിതി സംഹാര ശക്തികള്, പ്രകൃതിയിലെ സർവചരാചരങ്ങൾക്കും ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി ഇതുണ്ട്. അത് അകത്തുണ്ട്, പുറത്തുമുണ്ട്. ആ ശക്തിയാണ് നമ്മൾ ശരിക്കും ദൈവം എന്ന വാക്കുകൊണ്ട് വിളിക്കാറുള്ളത്. ഞാൻ പറഞ്ഞതിനോട് അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാവും.
സ്വതന്ത്രമായി ചിന്തിക്കാൻ സാധിക്കുന്നവർ, വേറെ രീതിയിൽ പറയുന്നവരുണ്ടാവും. അങ്ങനെ ഉണ്ടാവുകയും വേണം. അപ്പൊ നമ്മൾ ശരിക്ക് ഈ ദൈവത്തെക്കുറിച്ച് നമ്മളൊന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനെന്താ ഡെഫിനിഷൻ? എന്താ? യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. ഈ ദൈവം എന്ന പ്രതിഭാസത്തെ സാധാരണക്കാർക്കും അസാധാരണക്കാർക്കും ശരിക്കും ഊഹിക്കാൻ സാധിക്കില്ല, ചിന്തിക്കാൻ സാധിക്കില്ല, ഇമാജിൻ ചെയ്യാൻ സാധിക്കില്ല, എക്സ്ട്രാപ്പൊളേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോ ഈ മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ സാധിക്കാത്ത ഒന്നിനെ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കില്ല. മനസ്സുകൊണ്ട് മനനം ചെയ്യാത്ത ഒന്നിനെ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കില്ല. തികച്ചും പുതിയ ഒരു ആഫ്രിക്കൻ പഴം, ആഫ്രിക്കൻ ഫ്രൂട്ട് നിങ്ങളുടെ കയ്യിൽ തന്ന ഇതിന്റെ ടേസ്റ്റ് എന്താന്ന് ചോദിച്ചാൽ എന്താ പറയാ? നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല. അതുകൊണ്ട് മനസ്സുകൊണ്ട് മനനം ചെയ്ത് ഊഹിച്ചെടുക്കാൻ സാധിക്കില്ല, അപ്പൊ പറയാനും സാധിക്കില്ല. എന്നിട്ട് വേറൊരാൾ പറഞ്ഞു എന്ന് വിചാരിക്കുക, സൗത്ത് അമേരിക്കയിൽ ഒരു പഴമുണ്ട്, നല്ല മധുരാണ്, അതെങ്ങനെ ഉണ്ടാവും എന്ന് അയാളോട് ചോദിക്കുക. ഓറഞ്ച് മാതിരി മധുരമാണോ? അയാൾ പറയും അല്ല. പേരയ്ക്ക മാതിരി മധുരമാണോ? അല്ല. ചക്ക മാതിരിയാണോ? അല്ല. ആപ്പിൾ മാതിരിയാണോ? അല്ല. അല്ല 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 എന്നല്ലാതെ അതേന്ന് പറയണമെങ്കിൽ എന്താ വേണ്ടേ? അത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പൊ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ഈശ്വര ചൈതന്യത്തെ അല്ലെങ്കിൽ പ്രപഞ്ച ചൈതന്യത്തെ അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ മനസ്സുകൊണ്ട് മനനം ചെയ്ത് വിവരിക്കാൻ സാധിക്കില്ല. നമ്മൾ ഒരാഴ്ചയിൽ 3 പ്രാവശ്യം അല്ലെങ്കിൽ 4 പ്രാവശ്യം കഴിക്കുന്ന സാമ്പാറിന്റെ ടേസ്റ്റ് ഒന്ന് വിവരിക്കാൻ പറ്റുമോ? പറ്റില്ല. എരിവാണോ എന്ന് ചോദിച്ചാൽ ആ എരിവുണ്ട്. ഉപ്പാണോ എന്ന് ചോദിച്ചാൽ ഉപ്പുണ്ട്. ചവർപ്പാണോ എന്ന് ചോദിച്ചാൽ അതും കുറച്ചുണ്ട്. ശരിക്കും സാമ്പാറിന്റെ ടേസ്റ്റ് എന്താ? സാമ്പാറിനിടുന്ന സാധനങ്ങളെല്ലാം കൂടി ചേർത്ത് നിങ്ങളുടെ വായിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സാമ്പാറിന്റെ ടേസ്റ്റ് കിട്ടുമോ? ഇല്ല. അപ്പൊ യഥാർത്ഥത്തിൽ സാമ്പാറിന്റെ ടേസ്റ്റ് എങ്ങനെയാ ഒരു 5 വരിയിലോ 10 വരിയിലോ വിവരിക്കാൻ സാധിക്കില്ല. സാമ്പാർ എന്തിനോട് ഉപമിക്കാം? അല്പസ്വല്പം രസത്തിന്റെ ടേസ്റ്റ് ഉണ്ട്. അപ്പൊ രസത്തിന്റെ ടേസ്റ്റ് എന്താ? വീണ്ടും അത് വിവരിക്കണം. അപ്പൊ സാമ്പാർ കാളൻ മാതിരിയാണോ? അല്ല. അവിയൽ മാതിരിയാണോ? അല്ല. ഓലൻ മാതിരിയാണോ? അല്ല. എലിശ്ശേരി മാതിരിയാണോ? അല്ല. നേതി തിയറി ഓഫ് നെഗേഷൻ. അല്ല എന്ന് പറയല്ലാതെ അതേന്ന് പറയണമെങ്കിൽ എന്താ വേണ്ടേ? അത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പൊ ഓർമ്മിക്കുക, യതോ വാചോ നിവർത്തന്തേ, എവിടെ നിന്നാണോ വാക്കുകൾ തിരിച്ചു വരുന്നത്, വിവരിക്കാൻ പറ്റാതെ വാക്കുകൾ തിരിച്ചു വരിക, അപ്രാപ്യ മനസാ സഹ. കാരണം മനസ്സുകൊണ്ട് ആ ടേസ്റ്റ് ഇമാജിൻ ചെയ്യാൻ പറ്റണില്ല. ആ ഈശ്വരൻ എന്ന പ്രതിഭാസത്തെ ചെവി കൊണ്ട് നമ്മൾ കേട്ടിട്ടില്ല, കേട്ടവരൊന്നും കണ്ടിട്ടില്ല, കേൾപ്പിച്ചവരും കണ്ടിട്ടില്ല. നമ്മൾ ഈശ്വരനെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, ചെവി കൊണ്ട് അനുഭവിച്ചിട്ട് കേട്ടിട്ടില്ല, മൂക്കുകൊണ്ട് നമ്മൾ കേട്ടിട്ടില്ല, നാക്കുകൊണ്ട് കേട്ടിട്ടില്ല, തൊക്കുകൊണ്ട് കേട്ടിട്ടില്ല. പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളോ പഞ്ചകർമ്മേന്ദ്രിയങ്ങളോ കൊണ്ട് ഈശ്വരനെ അനുഭവിച്ചറിയാത്തവർക്ക് പരിമിതമായ അക്ഷരങ്ങളുള്ള, പരിമിതമായ വാക്കുകളുള്ള, പരിമിതമായ ഭാഷ കൊണ്ട് വിവരിക്കാൻ സാധിക്കില്ല. അതാ യതോ വാചോ നിവർത്തന്തേ. അങ്ങനെ തന്നെ പറയണം. യതോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. മനസ്സുകൊണ്ട് ആ ഈശ്വരീയ ചൈതന്യത്തെ ഇമാജിൻ ചെയ്ത് മനനം ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈശ്വരനെ കുറിച്ച് പരിമിതമായ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കില്ല എന്നതാണ് പരമമായ ലെവലിലെത്തിയ വ്യക്തിയുടെ എക്സ്പ്ലനേഷൻ. നമ്മളെ പോലെയുള്ളവരുടെ എക്സ്പ്ലനേഷൻ അല്ല കേട്ടോ, പരമമായ വ്യക്തിയുടെ എക്സ്പ്ലനേഷൻ അതാണ്. ഇനി ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഞാൻ നാളെ വിവരിക്കാം. പ്രണാമം, നമസ്കാരം.